തിരികെ വാർത്തകളിലേക്ക്. തൃപ്പൂണിത്തുറയിൽ പടക്കപ്പുരയിൽ ഉണ്ടായ വൻ സ്ഫോടനത്തിൽ അപകടത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. തെക്കും ഭാഗത്തുണ്ടായ സ്ഫോടനമാണ് ഒരാളുടെ മരണത്തിൽ കലാശിച്ചത്. അപകടത്തിൽ 16 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. പടക്കപ്പുരയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് നിന്നും കിരൺ കുമാർ ചെയ്യുന്നുണ്ട്. കിരൺ, ഇപ്പോൾ അവിടെ എന്താണ് അവസ്ഥ? രക്ഷാപ്രവർത്തനം തുടരുകയാണോ? ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ. ഈ സംഭവം നടന്ന സ്ഥലം ഇപ്പോഴേതായാലും പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഉന്നതതല ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തി പരിശോധന നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ സമീപ പ്രദേശത്ത് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇനി അവശിഷ്ടമായി ബാക്കി കിടക്കുന്ന വെടിമരുന്നടക്കം ഉള്ളവ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് എന്തായാലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ സമയത്ത് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരടക്കം ഉള്ള ആളുകൾ, അതായത് ഫയർഫോഴ്സിൻ്റെ ഒപ്പം തന്നെ പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ ഏതായാലും ഈ സ്ഥലത്ത് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഈ വെടിമരുന്ന് ശേഖരിച്ചെത്തിച്ച ഈ കെട്ടിടത്തിൽ ചില വെടിമരുന്നിൻ്റെ ബാക്കി കൂടി ഉണ്ടായതായിട്ട് കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇത് വെള്ളം ഉപയോഗിച്ച് നിർവീര്യം ആക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് ഈ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളടക്കം ഈ സ്ഫോടനത്തിനെ തുടർന്ന് തകരുന്ന ഒരു സാഹചര്യമാണ്. സമീപത്തെ വീടുകളൊക്കെ ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട്. ചില വീടുകൾ പൂർണ്ണമായി തകരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. ഇവിടെ നിന്നും ആളുകളെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി അടക്കമുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. നേരത്തെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഈ സ്ഥലം എത്തുകയും സംഭവ സ്ഥലം പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം അറിയിച്ചിരുന്ന ഒരു കാര്യം, ഏതായാലും ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഏതൊക്കെ വീടുകളൊക്കെ വാസയോഗ്യമല്ലാതെ ആയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്നുള്ള ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുവേണ്ടി റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം ഇറങ്ങി ഏതായാലും പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ നമ്മൾ കാണുന്നത്, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഇന്ന് രാവിലെ 10:30 ഈ സ്ഫോടനമുണ്ടാകുന്നത്. NSSന്റെ ബിൽഡിങ്ങിലേക്ക് ഈ വെടിമരുന്നുകൾ മാറ്റുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത്. പുതിയകാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിന് വേണ്ടിയാണ് ഇന്ന് ഈ വെടിമരുന്നുകൾ എത്തിയത്. ഈ വെടിമരുന്നെത്തിയ വാഹനത്തിൽ നിന്ന് കെട്ടിടത്തിലേക്ക് വെടിമരുന്നുകൾ മാറ്റുന്നതിനിടെ എത്തിയ തീപ്പൊരി എങ്ങനെയോ പകർന്ന തീയാണ് പിന്നീട് വലിയൊരു ദുരന്തത്തിന് കാരണമായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാൾ മരണപ്പെട്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശിയായിട്ടുള്ള വിഷ്ണുവാണ് മരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇതിലെ തൊഴിലാളിയാണ്. ഈ വെടിമരുന്ന് ഇറക്കുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപകടം പറ്റുന്നത്. പിന്നീട് ഈ ഫയർഫോഴ്സ് എത്തുന്ന സമയത്ത് അവർ പരിശോധിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ശരീരം കിടന്നിരുന്നത് ഈ സമീപത്തെ കെട്ടിടം തകർന്നു വീണ ഇതിൻ്റെ അവശിഷ്ടത്തിലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ കൗൺസിലർ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ, തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മരണം സംഭവിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത്രയും ഗുരുതരാവസ്ഥയിലായിരുന്നു അദ്ദേഹം. ഏതായാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള ഒരാൾ കൂടി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 16ഓളം പേരാണ് വിവിധ ആശുപത്രികളിലായിട്ട് ചികിത്സ തേടിയിരിക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലടക്കം ആളുകൾ ചികിത്സയ്ക്കായിട്ട് എത്തിയിട്ടുണ്ട്. ഇതിൽ മെഡിക്കൽ കോളേജിലുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ ഗുരുതരമാണ് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പല ആശുപത്രികൾ, പ്രത്യേകിച്ച് ഈ സ്ഫോടനത്തിൽ മാത്രമല്ല ഇതിന്റെ സമീപത്ത് നേരത്തെ തകർന്നു വീണ വീടുകളിൽ ഗുരുതരമാണെന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തിൽ മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയുണ്ടോ? അതിനെന്തായാലും ആ കാര്യങ്ങളിലൊക്കെ ഒരു പ്രവചനം നടത്താൻ കഴിയുന്നൊരു സാഹചര്യമല്ല നിലവിൽ ഉള്ളത്. ഈ ദുരന്തത്തിൽ ഒരു ദുഃഖകരമായ ഒരു സംഭവം, ഒരു മരണമുണ്ടായിരിക്കുന്നു. ഈ ആരോഗ്യം നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ള ആളുകൾ ഇവർ ആരോഗ്യം പ്രാപിച്ച് പുറത്തേക്ക് വരണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണ് ഏതായാലും നാട്ടിന് ഒന്നടങ്കം ഉള്ളത്. ഏതായാലും നേരത്തെ എറണാകുളം MP അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും അദ്ദേഹം വിവരങ്ങൾ പങ്കുവെക്കുന്ന സമയത്ത് പറഞ്ഞ ഒരു പ്രത്യാശ ഇത് തന്നെയാണ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകൾ അവർക്ക് മറ്റ് അപകടങ്ങളൊന്നും ഇല്ലാതെ ആരോഗ്യവാന്മാരായി തന്നെ തിരികെ എത്താൻ ആ ഒരു പ്രാർത്ഥനയിലാണ് തങ്ങൾ എന്നുള്ള കാര്യം തന്നെയാണ്. ഏതായാലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് തുടരുന്നത്. എന്നിരുന്നാൽ പോലും ചില ആളുകളുടെ അവസ്ഥ അത് ഗുരുതരമാണ് എന്നുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു. അദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. ഏതായാലും ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത് വർദ്ധിക്കരുത് എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഇതിനുവേണ്ടിയുള്ള മുൻകരുതലുകളൊക്കെ തന്നെയാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
ഇവിടെ ബാക്കിയുണ്ടായിരുന്ന വെടിമരുന്നുകൾ അടക്കമുള്ളവ നിർവീര്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നത്. ഏതായാലും ഇനി കൂടുതൽ പരിശോധന ഇവിടെ പുരോഗമിക്കുകയാണ്. ഇനി ഫോറൻസിക് സംഘം അടക്കം എത്തി കൂടി പരിശോധിച്ച് കഴിയുമ്പോൾ ഏതായാലും ഈ സ്ഫോടനം എങ്ങനെയാണ് ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര. ശരി, തൃപ്പൂണിത്തറയിൽ പടക്കപ്പുരയിലാണ് വൻ സ്ഫോടനമുണ്ടായത്. അപകടത്തിൽ ഒരാൾ മരിച്ചു. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. തെക്കും ഭാഗത്താണ് സ്ഫോടനം ഉണ്ടായത്. അപകടത്തിൽ 16 പേർക്ക് പരിക്കേറ്റു. പടക്കപ്പുരയ്ക്ക് അനുമതി നൽകിയിരുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ കുമാർ.